ഓക്കേ, അപ്പോൾ ഞാൻ മറ്റൊരു റെസിപ്പി കൂടി ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. പലക്ചീരയും പരിപ്പും ചേർത്തുള്ള വളരെ രുചികരമായ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. പലക്കും ഡാളും ചേർത്തൊരു കറിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതിനേക്കാൾ ഉപരി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ പലക് ഡാൾ കറി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇതാ, ഒരു കെട്ട് ഡാൾ എടുത്തു, അതൊന്ന് ചെറുതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല, ചെറിയ ചെറിയ പീസസ് ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ ഉപയോഗിക്കുന്നില്ല, തേങ്ങയ്ക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്നത് ബദാമാണ്. ബദാം അരച്ചെടുത്തു, ബദാമും കുറച്ച് ജീരകവും കൂടി ഞാൻ വെളുത്തുള്ളി ജീരകം ബദാം ഇത് മൂന്നും കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പച്ച കളർ കാണാം, അപ്പോൾ അതിന് കാരണം ഞാൻ പലക്കിൻ്റെ ചെറിയൊരു ലീഫ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ നന്നായിട്ട് വളരെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് പകരമാണ് ബദാം ചേർത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും തേങ്ങ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് പലക്കിൻ്റെ ഇലയാണ്. പലക്കില മാത്രമായിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ആവശ്യമുള്ളത് പരിപ്പാണ്. തുവരപ്പരിപ്പ് 2 വറ്റൽമുളക് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ശേഷം ഇതാ ഒരു പാൻ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാ എണ്ണ ഒഴിച്ചു, വളരെ കുറഞ്ഞ അളവിൽ മതിയാകും. ഇനി അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ 4-5 പീസ് ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ കറി ലീഫ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചേർത്ത മുളക് അതുപോലെ തന്നെ ഉള്ളി ഇതൊക്കെയൊന്നും ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അരച്ചെടുത്ത വെളുത്തുള്ളി, ജീരകം, ബദാം ആ ഒരു മിക്സാണ്. അപ്പോൾ ബദാമിന് പകരം നിങ്ങൾ തേങ്ങയാണ് അരച്ചിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനെടുത്ത അരച്ച് വെച്ച ആ ബദാം മിക്സ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ തേങ്ങയാണല്ലോ ഉപയോഗിക്കുന്നത്, തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന തേങ്ങയുടെ അല്ലെങ്കിൽ ബദാമിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പലക്കിൻ്റെ ഇല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇതാക്കേണ്ട ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പിലും കുറച്ച് വെള്ളം ഉണ്ടാകുമല്ലോ. അപ്പോൾ പരിപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമായി വരികയാണെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം, ലുക്ക് വാം വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓക്കെ, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഡാളി ചേർത്ത് കൊടുക്കാം. ഇതാ പരിപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ ഞാൻ വേവിച്ച് വെച്ച പരിപ്പ് അത് ചേർത്ത് കൊടുത്തു. ഒരിത്തിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് തണുപ്പിച്ചെടുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരിത്തിരി കറിവേപ്പില കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാനിതാ 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഇളക്കി നമുക്ക് സ്റ്റവ് ഓഫാക്കി സർവിങ് ബൗളിൽ നമ്മുടെ പലക് ഡാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ഗ്രീൻ കളറിലാണ്. തീർച്ചയായും ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന കുട്ടികളുടെ ഈ ഒരു കളറ് കണ്ടിട്ടാണെങ്കിലും ഫുഡ് കഴിച്ചോളും. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. ഓക്കെ, ഇത് ഉപ്മാ, ചപ്പാത്തി, പൂരി, ദോശ, അപ്പം, ഇഡ്ഡലി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കുവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. So I shall come back with another amazing video. Till then, bye bye. This is from Alaigra Space and thank you so much for watching my video.